സുവേന്ദു അധികാരിയെ കൊല്ലാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പാകിസ്ഥാനിലെ കുപ്രസിദ്ധ നട്ടോറിയസ് ഗ്യാങ്ങായ ഷഹ്സാദ് ഭട്ടി എന്ന് പറയുന്ന ഗ്യാങ്ങിന് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISI കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ബംഗാൾ മുഖ്യമന്ത്രിയെ കൊല്ലുക എന്ന ദൗത്യവുമായി ഹൗറയിലെത്തിയ ഹമീം മൊണ്ടൽ എന്ന ആളെയും അയാൾക്ക് ഇവിടെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അർപ്പിത സർക്കാർ എന്ന യുവതിയെയും ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞെട്ടിക്കുന്ന വാർത്തയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായ സമയത്താണ് 15 വർഷത്തെ തൃണമൂലിൻ്റെ ഭരണം അവസാനിപ്പിച്ച് സുവേന്ദു അധികാരി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് 2026 മെയ് 9. പക്ഷേ 2 മാസം പൂർത്തിയായ സുവേന്ദുവിനെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നല്ല, ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ള തീരുമാനം പാകിസ്ഥാൻ എടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഇതിനുവേണ്ടി കൃത്യമായ പദ്ധതി തയ്യാറാക്കി. അതിനുവേണ്ടി പാകിസ്ഥാനിലെ ഏറ്റവും കുപ്രസിദ്ധമായ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഷഹ്സാദ് ഭട്ടി എന്ന ഗ്യാങ്ങിനെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗാളിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ IG ആയ ഗൗരവ് ശർമ്മയാണ്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയുണ്ട്. കേരളത്തിലെ ഒറ്റ പത്രത്തിൽ വാർത്തയില്ല. കേരളത്തിൽ കൊടുക്കില്ലല്ലോ. കാരണം കേരളത്തിൽ സുവേന്ദു അധികാരി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാനുള്ള പദ്ധതി ആരെങ്കിലും തയ്യാറാക്കി എന്ന് വാർത്ത കൊടുക്കാൻ ഇവർ ഇഷ്ടപ്പെടും. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ. പക്ഷേ അതിനുവേണ്ടി ശ്രമിച്ച ആളുകൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നിരാശയുണ്ടാവും. അതുകൊണ്ട് ആ വാർത്ത കൊടുക്കില്ല. വളരെ നാടകീയമാണ്. നമ്മൾ സിനിമാ കഥകളിലൊക്കെ പറയുന്നത് പോലെയാണ് ഈ സംഭവത്തിൻ്റെ കാര്യങ്ങൾ IG വിശദീകരിക്കുന്നത്. IG പറയുന്നു, ഹൗറയിലൊരു കേസുണ്ടായി. ഹൗറയിൽ പോലീസിനൊരു വിവരം കിട്ടി, ഒരു മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നു. മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി ഹണി ട്രാപ്പിൽപ്പെടുത്തി ചില വീഡിയോകൾ എടുത്ത് അത് വെച്ച് ബംഗാളിലെ മന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്ന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാഹിബ് ഗഞ്ചിൽ താമസിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കി അന്വേഷിക്കുമ്പോഴാണ് അർപ്പിത സർക്കാർ എന്ന യുവതിയെ പിടികൂടുന്നത്. അർപ്പിത സർക്കാർ ഏതാനും മാസം മുമ്പ് ഹൗറയിലായിരുന്നു താമസം. അവിടെ നിന്ന് അവർ സാഹിബ് ഗഞ്ചിലേക്ക് താമസം മാറ്റിയതാണ്. അവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത്. അവരെ പിടികൂടി. ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലായി. ഈ ഹണി ട്രാപ്പ് ഒരുക്കുന്നതിന് പിന്നിൽ അർപ്പിത, സ്ത്രീയാണല്ലോ, ഹണി ട്രാപ്പിൻ്റെ ഒരു സ്ത്രീ വേണമല്ലോ, അതിൻ്റെ പിന്നിൽ ഈ അർപ്പിതയാണ് എന്ന് കണ്ടെത്തി പിടികൂടി കഴിയുമ്പോഴാണ് ഇവരുടെ ചില കമ്മ്യൂണിക്കേഷൻസ് മെസ്സേജുകൾ കാണുന്നത്. ആ മെസ്സേജുകൾ എന്ന് പറയുന്നത് ഹമീം മൊണ്ടൽ എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹമീം മൊണ്ടൽ ചോദിക്കുന്നത്, ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ കൂടെ എത്ര പോലീസുകാരുണ്ട്, എത്ര കമാൻഡോകളുണ്ട്, ഏതെല്ലാം സമയത്താണ് ഏറ്റവും കുറഞ്ഞ സുരക്ഷാ സംവിധാനമുള്ളത്, ഇത്തരം ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ്. ഇവർ ഇൻസ്റ്റ വഴി പരിചയപ്പെടുന്നു, പിന്നീട് നേരിട്ട് കാണുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമല്ലോ, റീലൊക്കെ എടുക്കാൻ പോകാം. അങ്ങനെ അർപ്പിത സർക്കാർ ഇങ്ങനെ സുവേന്ദു അധികാരിയുടെ പരിപാടികൾ ഫോക്കസ് ചെയ്ത് റീൽസ് എടുക്കുന്നു. ഇതിൻ്റെ വിവരങ്ങൾ എല്ലാം അനലൈസ് ചെയ്ത് ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ഹമീം മൊണ്ടൽ. ഇയാളെ പിടികൂടിയതിന് ശേഷം പോലീസ് പരിശോധിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ UK, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള സിം കാർഡുകൾ കണ്ടെത്തി. ഇന്ത്യയിലെ നമ്പർ ഉപയോഗിക്കാതെ മെക്സിക്കോയിലും ബ്രിട്ടനിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവിടെ മൊബൈൽ നമ്പർ, ആക്റ്റീവ് സിം കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. അപ്പോൾ ഇൻ്റർനാഷണൽ കോളാണ്, ഇന്ത്യയിലിരുന്ന് ഇൻ്റർനാഷണൽ കോൾ വിളിക്കുന്നു. അപ്പോൾ അത്രയും പൈസ മുടക്കിയാണ് വിളിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്, പൈസ പാകിസ്ഥാനാണല്ലോ മുടക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഹാൻഡ്ലേഴ്സ് ആയിട്ടുള്ള റാണ, ഉസൈർ, അഭിജിത്ത് ജാട്ട് 333 ഇങ്ങനെ പേരുള്ള ചില ആളുകൾ ഇയാളുമായി സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി ഇവർ അറിയാൻ ശ്രമിക്കുന്നത് മുഴുവൻ സുവേന്ദു അധികാരിയുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. വീടെവിടെ, താമസിക്കുന്ന സ്ഥലത്തെ സുരക്ഷ എന്താണ്, അദ്ദേഹം സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങൾ എവിടെയാണ്, അദ്ദേഹത്തിന് വ്യക്തിപരമായ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ടോ, സുഹൃത്തുക്കൾ ആരാണ്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി ഈ പാകിസ്ഥാൻ
ഹാൻഡ്ലർമാർക്ക് റാണ, ഉസൈർ, അബിദ് ജാട്ട് തുടങ്ങി അബിദ് ജാട്ട് 333 എന്ന് പറയുന്നത് ഈ ഷഹ്സാദ് ഭട്ടി എന്ന് പറയുന്ന ഈ സംഘത്തിൻ്റെ അധോലോക സംഘത്തിൻ്റെ ഒരു പേജാണ്. ആ ഈ സോഷ്യൽ മീഡിയ പേജ് ഒരു പാകിസ്ഥാനിൽ ആരംഭിച്ച് 333 എന്നുള്ള പേരിൽ വെച്ച് മതപ്രചരണം നടത്തുക, പിന്നീട് ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ നടത്തുക, അങ്ങനെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു. ഹരിയാനയിലും പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാർ ഈ 333 എന്ന് പറയുന്ന ഹാൻഡിലിൻ്റെ ഫോളോവേഴ്സാണ്. ഇവരെയൊക്കെ പതുക്കെ ഇവരിലുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകളെ പതുക്കെ മതം കുത്തിവെച്ച് പതുക്കെ ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റുക എന്ന ശ്രമം ഈ ഷഹസാദ് ഭട്ടി ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ഷഹസാദ് ഭട്ടി ഗ്രൂപ്പ് കൃത്യമായി ഇതിന് ഒത്താശ കൊടുക്കുന്നു. ഇവർക്ക് ആയുധം ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടയ്ക്കാണ് ഈ അർപ്പിത സർക്കാർ സ്വന്തം നിലയ്ക്ക് ഒരു ഹണി ട്രാപ്പ് പരിപാടി ഒരുക്കുന്നത്. ഈ ഹണി ട്രാപ്പിൽ മന്ത്രിയുടെ മകനെ പിടിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് ചേർത്ത് നിർത്തി വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക്മെയിൽ ചെയ്യാം, മന്ത്രിയെ ഉൾപ്പെടെ ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നായിരുന്നു അർപ്പിത എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറുടെ ലക്ഷ്യം. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ റീലൊക്കെ ഇട്ട് അങ്ങനെ കാശുണ്ടാക്കുന്നവരാണെന്നാണ് പൊതുവിൽ കരുതുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇവർക്കൊക്കെ ഇവരുടെ സ്വാധീനം, ഇവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണമൊക്കെ കാണിച്ച് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, ഒരു മന്ത്രിയുടെ മകനെ ടാർഗറ്റ് ചെയ്യുന്നു, അവരെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നു, അതിനുള്ള മെറ്റീരിയൽസ് കൊടുക്കാൻ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ആളുകൾ ചിലപ്പോൾ അർപ്പിത സർക്കാർ തന്നെയായിരിക്കാം ഈ ട്രാപ്പ് ഒരുക്കാൻ പോകുന്നത്. എന്നിട്ടത് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക, അങ്ങനൊരു പദ്ധതി. അതുകൂടാതെ ഹബീം മണ്ഡലുമായിട്ട് ചേർന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പരിപാടികൾ ചോർത്തിക്കൊടുക്കുക, എന്നിട്ട് മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് IG ഗൗരവ് ശർമ്മ പറഞ്ഞത്, ഇത് കുറച്ച് കാര്യങ്ങളെ ഇപ്പം ഞങ്ങൾ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം ഗുരുതരമായ സംഗതികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് അന്വേഷണത്തിലാണ്. ദേശീയ ഏജൻസികളുമായി കൂടി NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി കൂടി ചേർന്ന് ഇതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്താനുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് കൈമാറാം എന്ന് പറഞ്ഞ് ഒരുപാട് വിവരങ്ങൾ കൈമാറാതെ പത്രസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു STFൻ്റെ IG. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് നോക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് സുബേന്ദു അധികാരി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇല്ലാതിരുന്ന ശത്രുത 2026 മെയ് 9, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 9 ആകുമ്പോഴത്തേക്ക് 4 മാസം പൂർത്തിയാവുന്നതേ ഉള്ളൂ. 120 ദിവസം പോലും പൂർത്തിയാവാത്ത ഒരു മുഖ്യമന്ത്രിയെ 5 വർഷം ഭരിക്കേണ്ടതാണ്. 120 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ പാകിസ്ഥാനിൽ നിന്ന് കൊട്ടേഷൻ വരണമെങ്കിൽ എന്തായിരിക്കും സുബേന്ദു ഈ കാലയളവിൽ ചെയ്ത കുഴപ്പങ്ങൾ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുബേന്ദു ബംഗാളിൽ ഇസ്ലാമിക ശക്തികൾക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശിനും എല്ലാ കാര്യങ്ങളിലും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ, ഒരു സ്ത്രീയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് വന്നത്. മാത്രമല്ല, ഇസ്ലാമിസ്റ്റുകൾക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഇസ്ലാമിക ഭരണമാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ അട്ടിമറിച്ചു എന്നല്ല, ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ സുബേന്ദുവിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിസ്റ്റുകൾക്ക്, ബംഗ്ലാദേശികൾക്ക്, പാകിസ്ഥാനികൾക്ക് കൊടുക്കാനുള്ള കുറ്റപത്രമുണ്ട്. കുറ്റപത്രം എന്താണെന്നറിയാമോ? ഈദിന് മുമ്പ് സുബേന്ദു അധികാരി ബംഗാളിൽ മൃഗക്കുരുതി നിരോധിച്ചു. മൃഗക്കുരുതി നടത്തണമെങ്കിൽ, മൃഗങ്ങളെ ബലി കൊടുക്കണമെങ്കിൽ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിയാൽ മാത്രമേ ഈദിന് മൃഗബലി നടത്താൻ പാടുള്ളൂ എന്ന് ഉത്തരവിറക്കി. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈദ് വരുമ്പോൾ ഓടകളിലൂടെ ചോരയാണ് ഒഴുകുക. 100 കണക്കിന് മൃഗങ്ങളെയാണ് വെട്ടിക്കൊല്ലുന്നത്. പശുക്കളെ കൊല്ലും. അതങ്ങ് നിരോധിച്ചു. അതോടുകൂടി മുസ്ലിം വികാരം വല്ലാതെ അങ്ങ് വ്രണപ്പെട്ടു. പശുവിനെ കൊല്ലുമ്പോൾ ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെട്ടാൽ ആർക്കൊന്നുമില്ല. പക്ഷേ പശുവിനെ കൊല്ലാതിരിക്കുന്നത് വഴി മുസ്ലിം വികാരം വ്രണപ്പെട്ടാൽ അത് പകയായിട്ട് മാറും. രണ്ടാമത്തത്, ബംഗ്ലാദേശി കയ്യേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടി തുടങ്ങി. 10,000 പേരെ അദ്ദേഹം ബലം പ്രയോഗിക്കാതെ തന്നെ സ്വയം ഓടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അതുമാത്രമല്ല, നിയമപരമായി തന്നെ ഏതാണ്ട് 8,000-ഓളം ആളുകളെ ഡീപ്പോർട്ട് ചെയ്തു. അവിടെ അനധികൃതമായി വന്നവർ സ്വയം കൂടും കിടക്കെ എടുത്ത് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ബംഗ്ലാദേശി പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാർക്ക് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക്, മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക്, ഇന്ത്യയിലേക്ക് റോഹിംഗ്യൻസ്, ഈ ഒരു ഒഴുക്ക് അങ്ങ് തടഞ്ഞു എന്ന് മാത്രമല്ല, കർശനമായ നടപടിയെടുത്തു. പിടിക്കുന്നവരെയൊക്കെ ഡിറ്റൻഷൻ സെൻ്ററുകൾ അടയ്ക്കുന്നു.
എന്നിട്ട് അതിർത്തിയിൽ കൊണ്ടുപോയി ചവിട്ടി അപ്പുറത്തേക്ക് വിടുന്നു. ഈ പരിപാടി അതിശക്തമായി തുടരുന്നു. അതുമാത്രമല്ല, സുവേന്ദു വളരെ പരസ്യമായി പറഞ്ഞു, ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, എന്നാലും അദ്ദേഹം പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ ഞാൻ തോൽക്കണമെന്നും ഞാൻ മരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്, എൻ്റെ സെക്രട്ടറി വരെ വെടിവെച്ചു എന്ന്. ഓർക്കുന്നില്ലേ? സുവേന്ദു തെരഞ്ഞെടുപ്പ് ജയിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വെടിവെച്ചു വന്നു. അതുകൊണ്ട് ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞു. വലിയ കുറ്റമാണ്. ഇത് മാത്രമല്ല, CAA അനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നും മറ്റും അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുന്ന നടപടികൾ അതിവേഗത്തിലാക്കി. അതിർത്തിയിൽ BSFൻ്റെ വേലികെട്ടൽ പരിപാടി മമത തടഞ്ഞത് ദ്രുതഗതിയിലാക്കി. അനധികൃത മദ്രസകൾ കണ്ടെത്തി എന്ന് മാത്രമല്ല, ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി. പിന്നെ ബംഗാളിൽ 17% ഉണ്ടായിരുന്നു OBC സംവരണം, അത് 7% കുറച്ചു. എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി നിയമവിരുദ്ധമായി സംവരണം കൊടുത്തിരുന്ന 77 മുസ്ലിം വിഭാഗങ്ങളെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കി. റോഡിൽ നിസ്കാരം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. മോസ്കുകളിലെ ഉച്ചഭാഷിണി കോളാമ്പി മൈക്കുകൾ അഴിച്ചു കളഞ്ഞു. അതുകൂടാതെ ഇനി യൂണിഫോം സിവിൽ കോഡും ലവ് ജിഹാദിനെതിരായ നിയമവും കൊണ്ടുവരാൻ പോകുന്നു. വെള്ളിയാഴ്ച പുറത്തിറങ്ങുന്ന ചില ആളുകളുണ്ട്, ഫ്രൈഡേ പീപ്പിൾ. അവർ വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് തെരുവിലിറങ്ങി കലാപം നടത്താം ആലോചിച്ചാൽ വെടിയുണ്ട കൊണ്ട് ഞാൻ മറുപടി നൽകും എന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. ഇത്രയും പോരെ ഒരു മുഖ്യമന്ത്രിയുടെ ജീവന് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഭീകരന്മാരോ വിലയിടാൻ? ഏതായാലും സുവേന്ദു അധികാരി 3 മാസം പൂർത്തിയാകുമ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നാന്തരം ഇന്ത്യക്കാരനാണ്, ഒന്നാന്തരം ഭാരതീയനാണ്. ഈ രാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ആവശ്യമുള്ള അസറ്റായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പാകിസ്ഥാൻ്റെ ശത്രുത. ഏതായാലും സുവേന്ദു അധികാരിക്ക് നേരെയുള്ള ഭീഷണി, വധശ്രമത്തിനുള്ള പദ്ധതി അതീവ ഗുരുതരമെന്നാണ് പശ്ചിമ ബംഗാൾ പോലീസ് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ എന്നിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കും. നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.